ആയിക്കോട്ടുകാരെ, അപ്പം അതേ പനിയൊക്കെ മാറിയിട്ടില്ല. എന്നാലും അതേ മുടി ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ട് നമ്മൾ മുടി വെട്ടാൻ പോണേ ടൈവന്മാരുടെ. അപ്പം അതേ പറവൂരുള്ള കടയിലാണ് പോണേ, ബ്രൂട്ട് എന്ന് പറഞ്ഞിട്ട് കടയിൽ. സൂര്യചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ കടയാണ് കേട്ടോ. പണ്ട് തൊട്ടേ അവിടെയാണ് നമ്മൾ വെട്ടണത്. അപ്പോൾ നമ്മൾ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സമയം തരും. അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി കുറേ നേരം നോക്കിയതേ. ഇതാണ് നമ്മുടെ മാസ്റ്റർ രാധാകൃഷ്ണൻ ചേട്ടൻ. ഇവിടെ മാത്രം വിട്ടുള്ളൂ, വേറെ ഒരു സ്ഥലത്തും വിട്ടൂല. വേറെ എവിടെയെങ്കിലും ആകെ ഒരു പ്രാവശ്യം കണ്ട് വിട്ടിട്ടുണ്ട്. എവിടെ വെട്ടിയാലും ഇഷ്ടപ്പെടില്ല ഇവന്മാർക്ക്. അപ്പോൾ അതേ പനിയായതുകൊണ്ട് മാസ്കൊക്കെ വെച്ചാണ് നമ്മൾ വന്നത്. അപ്പോൾ അതേ ആദ്യം വെട്ടാനായിട്ട് ഇവൻ കയറിയിരുന്ന്. അപ്പോൾ പനിയായിട്ട് പുറത്തിറങ്ങാണ്ട് കുറേ ദിവസമായിട്ട്, ഒരാഴ്ചയെ കൂടുതലായി സ്കൂളിൽ പോകാണ്ടായിട്ട്. അതെ അപ്പോൾ അതേ നമ്മൾ നമ്മുടെ മാസ്റ്ററിനെ കൊണ്ട് മാസ്ക് വെപ്പിച്ചേ, റിസ്ക് എടുക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവന്മാരുടെ മാസ്ക് മാറ്റാണ്ട് എന്തായാലും വെട്ടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പോയിട്ട് എന്തിനാ വെറുതെ, പനിയൊക്കെ പോയി എന്നാലും ഭയങ്കര ജലദോഷവും ചുമയൊക്കെയാണ്. അതുകൊണ്ട് മാസ്ക് വെപ്പിച്ച്, മാസ്ക് വെച്ചോളാൻ പറഞ്ഞത്. ഇതാണ് വെട്ടണതിന് മുമ്പുള്ള ലുക്ക്. വെട്ടാൻ കയറിയിരുന്നു. വേറെ എവിടെ വെട്ടിയാലും ഇഷ്ടപ്പെടില്ല. അതേ ഇപ്പോൾ പണി തുടങ്ങി, രാധാകൃഷ്ണൻ ചേട്ടൻ പണി തുടങ്ങി. എൻ്റെ മുടി ഇങ്ങനെ കാട് പോലെ ആയിരുന്നു. ഇത് ഇപ്പോൾ വെട്ടി, കുറച്ചധികം അങ്ങോട്ട് വെട്ടിയിട്ടോ. പെട്ടെന്ന് മുടിയാവും അവൻ്റെ, പെട്ടെന്ന് വളരും. അതുകൊണ്ട് ഇത് അത്യാവശ്യം നന്നായിട്ട് എടുത്ത്. അവൻ്റെ സ്കൂളിൽ അധികം ഫാഷനൊന്നും പാടില്ല. അതുകൊണ്ട് വെറുതെ പോലീസ് കട്ടങ്ങ് വെട്ടി കുറച്ചധികം അങ്ങ് എടുത്തു. ഫ്രണ്ടിൽ മാത്രം ഇത്തിരി നിർത്തി. ആ മുടിയുടെ പച്ചയിലായിരുന്നു ഇത്രയും നാളും പിടിച്ചിരുന്നുകൊണ്ട് മുടി പോയി കഴിഞ്ഞപ്പോൾ കോലം തന്നെ പോയി. അപ്പോൾ പണി അവൻ്റെ മുടി വെട്ട് കഴിഞ്ഞ്. അവന് പിന്നെ വേറെ ഒന്നും ചെയ്യാനൊന്നും പറ്റിയല്ലോ സ്കൂളിൽ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. സൈഡിലൊക്കെ നല്ലോണം എടുത്തു. ഇതിപ്പോൾ ഒരാഴ്ച കൊണ്ട് വരുള്ളൂ. ഇതാണ് ലുക്ക് ഫൈനൽ. അങ്ങനെ അവൻ്റെ മുടി വെട്ട് കഴിഞ്ഞ് ഇനി അടുത്ത ആൾ വെട്ടാൻ കയറി ഇരുന്നിട്ടാണ്. അതാണ് അവൻ്റെ വെട്ടണതിനുള്ള ലുക്ക്. അതെ പനിയൊക്കെ പിടിച്ചിട്ട് കോലം പോയിരിക്കുന്നു. അവശതയാണ് അവശത. അവിടെ വരെ ചെന്നപ്പോഴത്തേനും അവശതയായി. കണ്ണൊക്കെ ഇരിക്കലൊക്കെ അവശതയായിട്ട്. രാധാകൃഷ്ണൻ ചേട്ടൻ പണി തുടങ്ങി. അവൻ ചെന്നപ്പോൾ തന്നെ ഏതാണ്ടൊക്കെ പറയണ്ടായിരുന്നു. മില്ലറ്റല്ല മുള്ളറ്റ് വെട്ടിക്കഴിഞ്ഞിട്ട് അവൻ്റെ പിന്നെ ഇങ്ങനെ സോഫ്റ്റ് മുടിയാണ്. മറ്റവൻ്റെ ഇങ്ങനെ കുറ്റി മുടിയാണ്. അതുകൊണ്ട് അത് വെട്ടാൻ ഇത്തിരി പാടാണ്. ഞാനൊക്കെ വെട്ടുമ്പോൾ ഉണ്ടല്ലോ, അതിനൊന്ന് വഴിക്ക് കൊണ്ടുവരാൻ പെട്ടണ പാട്. ഇത് പിന്നെ എങ്ങനെ അങ്ങോട്ട് ജീവിയാലും അങ്ങോട്ട് പോയിക്കോളും. ഇരിപ്പുണ്ടല്ലോ മറ്റേ അവനാ വെട്ടണേന്ന് തോന്നുന്നു. എൻ്റെ വെട്ടിക്കഴിഞ്ഞ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു അവൻ്റെ തലയിൽ ഇത്തിരി ഡെക്കറേഷൻസ് ചെയ്തോളാൻ പറഞ്ഞിട്ടാ. മറ്റവൻ്റെ സ്കൂളിൽ പിന്നെ അതൊന്നും പാടില്ല. അതുകൊണ്ട് അവന് പ്ലെയിനായിട്ട് വെറുതെ വെട്ടി. അപ്പം ഇവൻ്റെ വെട്ടി ഇപ്പോൾ ഇത്തിരി ഡെക്കറേഷൻസ് ഇടയ്ക്ക് മാറിപ്പോയി. ഇതായിരുന്നു ആദ്യം വെക്കണ്ടേ. അതേ കണ്ട ഡെക്കറേഷൻസ് എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് കണ്ട അവിടെ ഇവിടെയൊക്കെ 2 വരയൊക്കെ ഇട്ട് വെച്ചേക്കാൻ പറഞ്ഞു. 2 സൈഡിലും വേറെ സ്റ്റൈലിൽ വരയൊക്കെ ഇട്ട് ഇരിക്കട്ടേന്ന്. എന്തിനാ കുറയ്ക്കണേ? എൻ്റെ സ്കൂളിൽ പിന്നെ അങ്ങനെ ഇത്തിരി ഇതൊന്നും പറയൊന്നുമില്ല. അതുകൊണ്ട് ഇട്ടോളാൻ പറഞ്ഞു. പിന്നെ അവൻ പുറകിലത്തെ ഇങ്ങനെ ഇരിക്കണുണ്ടല്ലേ, കോഴിവാല് പോലെ തൊട്ടേരും ഓരോ പേരും ഇടും. നമ്മുടെയൊക്കെ കാലത്ത് ഇതിന് പറയണത് കോഴിവാല്, കുതിരവാല് എന്നൊക്കെയാണ്. ഇപ്പം അതിന് ഓരോരോ പേരും കണ്ടുപിടിച്ച് കണ്ട. എങ്ങനെയുണ്ട് കൊള്ളാവോ? അടിപൊളിയായിട്ടുണ്ടോ? അതാ 2 വരയിട്ടിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇത് നല്ല അടിപൊളിയായിരുന്നു. ഇതാണ് ഫൈനൽ. ഇത് ഫൈനലല്ല, ഇതാണ് ഫൈനൽ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്?
ഡെക്കറേഷൻ ഇടുന്നതിന് മുമ്പ് കറക്കണം. ഡെക്കറേഷൻ ഇട്ടിട്ട് കറക്കിയില്ല, മറന്നുപോയി. കണ്ട പുറകൊക്കെ ഇരിക്കണ നോക്കിയാൽ വെട്ടാത്ത പോലെ. ബ്രൂട്ട് എന്നാണ് കടയുടെ പേര്, പറവൂരാണ് കേട്ടോ. അപ്പോൾ ബൈ.